ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററാണ് കേട്ടോ നോക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദ ചെയിൻ ഓഫ് ലൈഫ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നല്ല മനോഹരമായ ഒരു ചിത്രമാണല്ലേ നമ്മൾ ആദ്യം കാണുന്നത്. മരക്കൊമ്പിൽ മനോഹരമായ ഒരു പക്ഷി ഇരിക്കുന്നത് കണ്ടോ? താഴെ ഒരു കുളമുണ്ട് അല്ലേ, ആ കുളത്തിലൊരു മീൻ നീന്തി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിത്രത്തിന് താഴെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് ഓരോന്നായിട്ട് വായിച്ചിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് എഴുതിയാലോ? ആദ്യം എഴുതിയിരിക്കുന്നത് ഒബ്സർവ് ദ പിക്ചർ എന്നാണ് പറയുന്നത്. നമ്മൾ ആ ചിത്രം ഒബ്സർവ് ചെയ്തില്ലേ, ഇനി അതിന് താഴെയുള്ള ചോദ്യം എന്താണ്? അപ്പോൾ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബേർഡ് ഈസ് ഇൻ ദ പിക്ചർ? ആ ചിത്രത്തിലുള്ള ബേർഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ആ ബേർഡ്? കിങ് ഫിഷർ ആണല്ലേ, അപ്പോൾ അവിടെ കിങ് ഫിഷർ എന്ന് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് മെയിൻ ഫുഡ്? അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫുഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഫിഷ് ആണല്ലേ, അതുകൊണ്ടല്ലേ താഴെ ആ മീൻ നീന്തി കളിക്കുന്നത് നോക്കിയിട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഈസ് ദീസ് ബേർഡ് യൂഷ്വലി സീൻ? അതായത് ഈ ബേർഡിനെ ഏറ്റവും കൂടുതൽ എവിടെയാണ് കാണാറുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ദേ ആർ യൂഷ്വലി സീൻ നിയർ വാട്ടർ സോഴ്സ് ലൈക്ക് പോണ്ട്സ് ആൻഡ് റിവേഴ്സ്. കുളങ്ങളുടെയും പുഴയുടെ ഒക്കെ അടുത്തായിരിക്കും ഇതിനെ കൂടുതലായിട്ടും കാണുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? അതിന് അവിടെ കാണാനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ബിക്കോസ് ദേ ക്യാൻ ഈസിലി ക്യാച്ച് ഫിഷ് ഫ്രം ദെയർ. അതെന്തുകൊണ്ടാണ്? അവർക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും, അതുകൊണ്ടാണ് അവർ അവിടെ താമസിക്കുന്നത് അല്ലേ. ഇനി താഴെ ഒരു ബോക്സിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദ കിങ് ഫിഷർ ലീവ്സ് ഇൻ ബറസ് ഓൺ റിവർ ബാങ്ക്സ് ഓർ നിയർ പോണ്ട്സ്. ദേ മോസ്റ്റ്ലി ചൂസ് പ്ലേസസ് നിയർ വാട്ടർ സോഴ്സ് വേർ ദേ ക്യാൻ ഫിഷ്. അതായത് കിങ് ഫിഷർ പോലെയുള്ള പക്ഷികളൊക്കെ പുഴയുടെ അടുത്തോ കുളത്തിൻ്റെ അടുത്തൊക്കെയുള്ള മാളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബറോസ് എന്ന് പറഞ്ഞാൽ മാളം അല്ലെങ്കിൽ പൊത്ത് എന്നൊക്കെ പറയും, മരപ്പൊത്തുകളിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് എളുപ്പത്തിൽ മീൻ പിടിക്കാൻ സാധിക്കുന്ന ജലാശയങ്ങളാണല്ലോ അവിടെ അടുത്തൊക്കെ ഉള്ളത്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലാണ് അവർ സാധാരണയായിട്ട് ജീവിക്കാൻ തിരഞ്ഞെടുക്കാറ് എന്നാണ് പറയുന്നത്. ഇനി അതിന് താഴേക്ക് നോക്കൂ. ദെയർ ആർ മെനി ക്രീച്ചേഴ്സ് അറൗണ്ട് അസ് ഹൂ ഈറ്റ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഫുഡ്. അതായത് നമുക്ക് ചുറ്റും പലതരത്തിലുള്ള പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. ജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രീച്ചേഴ്സ് ഉണ്ട് അല്ലേ. ഇനി താഴെ എന്താണ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ദാറ്റ് ദേ ഈറ്റ്? അതായത് അവർ കഴിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാനാണ് പറയുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് ജീവികളുണ്ടല്ലേ. കാക്കയുണ്ട്, പൂച്ചയുണ്ട്, പശുവുണ്ട്, സിംഹമുണ്ട്, പുലിയുണ്ട്. ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ജീവികളാണ്. പക്ഷേ ഇവരെല്ലാവരും ഒരേ ഭക്ഷണമാണോ കഴിക്കുന്നത്? അല്ല. ഇപ്പോൾ പശു, ആട് ഇവരൊക്കെ പുല്ലും ഇലയൊക്കെ അല്ലേ കഴിക്കുക. പക്ഷേ സിംഹം എന്തായിരിക്കും കഴിക്കുക? സിംഹം ഇറച്ചിയൊക്കെയാണ് കഴിക്കുക അല്ലേ. മറ്റുള്ള ജീവികളുടെ മാംസമാണ് സിംഹം, പുലി എന്നിവരൊക്കെ കഴിക്കുക. നമ്മൾ മനുഷ്യന്മാർ നമ്മളെല്ലാം കഴിക്കുന്നവരുണ്ടായിരിക്കും, പച്ചക്കറി മാത്രം കഴിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള പല ജീവികളും പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ സൈഡിലൊരു ചിത്രം കണ്ടില്ലേ, ഫിഗർ 1.2, ഒരു ആടിൻ്റെ ചിത്രം കാണിക്കുന്നുണ്ടല്ലേ. വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? അപ്പോൾ ആടിൻ്റെ പ്രധാനപ്പെട്ട മെയിൻ ഫുഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും? ആട് എന്താണ് കഴിക്കുക? ലീവ്സും പിന്നെന്താ ഗ്രാസും ആണല്ലേ ആട് കഴിക്കുക. ഇനി മക്കളെ, അതിന് താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? വിച്ച് അതർ ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്ട് ഓഫ് പ്ലാന്റ്? ഫൈൻഡ് ആൻഡ് റൈറ്റ്. അതായത് ചെടിയുടെ ഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റ് ജീവികൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ചിത്രത്തിൽ മാനിൻ്റെയും മുയലിൻ്റെയും ചിത്രം തന്നിട്ടുണ്ടല്ലേ. ബാക്കി 2 കൂടെ എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഡിയർ എന്നും റാബിറ്റ് എന്നും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? എലിഫൻ്റ് എന്ന് എഴുതാം, കൗ എന്ന് എഴുതാം. എലിഫൻറ്റും കൗവും ഇലകളും പുല്ലൊക്കെ അല്ലേ കഴിക്കുന്നത്. ഇനി മക്കളെ, ഈ പേജിൻ്റെ അപ്പുറത്തെ സൈഡൊന്ന് നോക്കിക്കേ. എന്താണ് അവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്? എന്താ എഴുതിയിരിക്കുന്നത്? ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റ്. അതായത് ഭക്ഷണവും പാർപ്പിടവും അല്ലെങ്കിൽ ജീവിക്കുന്ന ചുറ്റുപാട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ. ആ പിക്ചർ ഒന്ന് താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ, ആ ഒരു ചിത്രം ഒന്ന് നിരീക്ഷിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ നല്ല ഭംഗിയുള്ളൊരു നെൽപ്പാടം കാണിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ചെറിയൊരു തോട് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ജീവികൾ അവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് താഴെ എഴുതിയിട്ടുള്ള ഓരോ ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? റൈറ്റ് ഡൗൺ ദ ക്രീച്ചേഴ്സ് സീ ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ കാണുന്ന ജീവികളുടെ പേരുകൾ താഴെ എഴുതുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജീവികളുടെ പേരൊക്കെ ഒന്ന് എഴുതി നോക്കിയാലോ. ഡ്രാഗൺ ഫ്ലൈ, അതായത് തുമ്പി. ക്രോ, കാക്കണ്ട്. ക്രെയിൻ,
കൊക്കുണ്ട്, ഫ്രോഗ് തവളയുണ്ട്, സ്നെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒച്ചുണ്ട്, സ്നേക്ക് ഉണ്ട്, ടർട്ടിൽ ആമണ്ട്, ഗ്രാസ് ഹോപ്പർ പച്ചക്കുതിരുണ്ട്, ക്രാബ് ഉണ്ട്, ഫിഷ് മീനുണ്ട്, ഇതൊക്കെ ഉണ്ട് അല്ലേ. ഇനി അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഓഫ് ദീസ് ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സ്, അതായത് ഈ ജീവികളിൽ സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്നാണ്, സസ്യങ്ങൾ മാത്രം ആഹാരമാക്കുന്നത് ആരൊക്കെയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് 3 പോയിന്റുകൾ തന്നിട്ടുണ്ടല്ലേ. അവിടെ മുകളിൽ സ്മാൾ ഫിഷസ് എഴുതിയിട്ടുണ്ട്, ചെറു മത്സ്യങ്ങളൊക്കെ ചെറിയ സസ്യങ്ങളൊക്കെയാണ് കഴിക്കുക. പിന്നെ എന്തെഴുതാം, നമ്മൾക്ക് ഗ്രാസ് ഹോപ്പർ എഴുതാം, പച്ചക്കുതിര ചെറിയ സസ്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്, അതുപോലെ സ്നെയിൽ ഒച്ചും അതുപോലെ ചെടികളൊക്കെയാണ് കഴിക്കുന്നത്. ഇനി അതിന് താഴെ ചോദിക്കുന്നത് എന്താണ്, വിച്ച് ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ സ്മാൾ ഫിഷസ്, അതായത് ഏതൊക്കെ ജീവികളാണ് ചെറു മത്സ്യങ്ങൾ കഴിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ 2 പോയിന്റ് കൊടുത്തിരിക്കണം, നമ്മൾ 2 പോയിന്റിൽ നമ്മൾ ആൻസർ എഴുതണം അല്ലേ. എന്തൊക്കെ എഴുതാം, ക്രെയിൻ കൊടുക്കാം, കൊക്ക് ചെറു മത്സ്യങ്ങളാണ് കഴിക്കുന്നത്, അതുപോലെ ഫ്രോഗ് തവളയും ചെറു മത്സ്യങ്ങളൊക്കെ അല്ലേ കഴിക്കുന്നത്, അപ്പോൾ അവിടെ അത് രണ്ടും എഴുതി ചേർക്കാം. ഇനി അടുത്ത പേജിലെ ആദ്യത്തെ ലൈൻ ഒന്ന് വായിച്ചേ. എവരി ക്രീച്ചേഴ്സ് ഇൻ ദ പിക്ചർ ഫീഡ് ഓൺ സം അതർ ഓർഗാനിസം, അതായത് ആ ചിത്രത്തിലുള്ള, അതായത് നമ്മൾ കഴിഞ്ഞ പേജിൽ കണ്ടില്ലേ, ആ ചിത്രത്തിലുള്ള ഓരോ ജീവിയും മറ്റേതെങ്കിലും ജീവിയാണ് ആഹാരമാക്കുന്നത് അല്ലേ. സ്മാൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്, ചെറിയ മത്സ്യങ്ങൾ ചെടികളൊക്കെയാണ് കഴിക്കുന്നത്. ലാർജ് ഫിഷ് ഫീഡ് ഓൺ സ്മാൾ ഫിഷസ്, വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളെയാണ് കഴിക്കുന്നത്. ക്രെയിൻസ് ഫീഡ് ഓൺ ഫിഷസ്. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻസ് ബൈ ആഡിങ് അതർ ക്രീച്ചേഴ്സ് ഇൻ ദ ഫീൽഡ്, അതായത് കൊക്കുകൾ മീനുകളെയാണ് കഴിക്കുന്നത്. പാടത്തുള്ള മറ്റ് ജീവികളെ കൂടി ഉൾപ്പെടുത്തി താഴെയുള്ള ആ ഒരു ചാർട്ടില്ലേ അത് കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാർട്ടിൽ പ്ലാന്റ് എന്നുള്ള എഴുതിയിട്ടില്ലേ, പ്ലാന്റ് എന്ന് എഴുതിയെടുത്തുന്ന 3 ഏരോ മാർക്ക് കാണാം അല്ലേ. ആ 3 ഏരോ മാർക്കിൻ്റെ ഫസ്റ്റ് ഏരോ മാർക്കിൽ സ്മാൾ ഫിഷസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്മാൾ ഫിഷസ് പ്ലാന്റ്സ് അല്ലേ കഴിക്കുന്നത്. പിന്നെ ഒന്ന് ഡാഷാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾക്ക് എന്ത് എഴുതാം, ഗ്രാസ് ഹോപ്പർ എഴുതാം അല്ലേ. ഗ്രാസ് ഹോപ്പർ പച്ചത്തുള്ളൻ പ്ലാന്റ്സ് കഴിച്ചിട്ടല്ലേ ജീവിക്കുന്നത്. അതിൻ്റെ താഴെ വോം എഴുതിയിട്ടുണ്ട്, അതായത് പുഴും ഇലകൾ കഴിച്ചിട്ടാണ് വളരുന്നത്. ഇനി മക്കളെ നോക്കാം, അടുത്ത ഏരോ മാർക്ക് സ്മാൾ ഫിഷിൻ്റെ അടുത്ത് നിന്ന് 2 ഏരോ മാർക്ക് കാണിക്കുന്നുണ്ടല്ലേ. അതെന്താ, ഒന്ന് ലാർജ് ഫിഷും ഒന്ന് ഫ്രോഗ് കാണിക്കുന്നത്. ലാർജ് ഫിഷും ഫ്രോഗും സ്മാൾ ഫിഷ് അല്ലേ കഴിക്കുന്നത്. ഓക്കെ, ഇനി ലാർജ് ഫിഷിൻ്റെ അവിടെ നിന്ന് ഒരു ഏരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, ഫ്രോഗിൻ്റെ അവിടെ നിന്ന് ഒരു ഏരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടും ചെന്ന് എത്തുന്നത് ക്രെയിനിലാണല്ലേ. അപ്പോൾ കൊക്ക് കഴിക്കുന്നത് ഏതാണ്, ലാർജ് ഫിഷും ഫ്രോഗിനും കൊക്ക് കഴിക്കാറുണ്ട്. ഇനി അവിടെ വോം എന്ന് എഴുതി കൊടുത്തൊരു ഏരോ മാർക്ക് ഇട്ടിട്ട് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അവിടെ നമുക്ക് എന്തെഴുതാം, ക്രോ എന്ന് എഴുതാം. പുഴുവിനെ കാക്ക കഴിക്കില്ല, അല്ലെങ്കിൽ ഫ്രോഗ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, തവളയും പുഴുവിനെ കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്തെഴുതാം, ക്രോ എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ചാർട്ട് എല്ലാവരും കംപ്ലീറ്റ് ആക്കിയല്ലോ. ഇനി താഴെയുള്ള കാര്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഹെഡിങ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, ലിങ്ക്ഡ് ടുഗദർ. ഇനി എന്താണ് ലിങ്ക്ഡ് ടുഗദർ എന്ന് പറഞ്ഞാൽ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നാണ് അർത്ഥം. ഇനി താഴത്തെ എന്താണ് എഴുതിയിരിക്കുന്നത് അതൊന്ന് വായിച്ചു നോക്കിയേ. ഡിയർ, റാബിറ്റ് ആൻഡ് ഗ്രാസ് ഹോപ്പർ ആർ പ്ലാന്റ്സ് ഈറ്റിംഗ് ക്രീച്ചേഴ്സ്, അതായത് നമ്മുടെ മാന്, മുയൽ, പച്ചക്കുതിര എന്നിവയൊക്കെ ചെടികൾ കഴിക്കുന്ന ജീവികളാണ് അല്ലേ. കംപ്ലീറ്റ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് അതർ ക്രീച്ചേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ ദം, അതായത് അവയെ ആഹാരമാക്കുന്നത്. അതായത് ഇവരൊക്കെ ഡീറും റാബിറ്റും ഗ്രാസ് ഹോപ്പറൊക്കെ അവർ സസ്യങ്ങളാണ് കഴിക്കുന്നത്. ഇനി ഇവരിനെ ഭക്ഷണമാക്കുന്ന മറ്റ് ജീവികൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡിയറിനെ കഴിക്കുന്നിടത്ത് നമ്മൾക്ക് എന്തൊക്കെ എഴുതാം, ടൈഗറോ ലയണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാം നമുക്ക്. അപ്പോൾ നമുക്കിവിടെ ടൈഗർ എന്ന് എഴുതാം. പിന്നെ റാബിറ്റാണ്, റാബിറ്റിന് എന്താ കഴിക്കുക, ഫോക്സ് കഴിക്കില്ലേ, കുറുക്കൻ കഴിക്കും. പിന്നെ താഴത്തെ ആരാണ്, ഗ്രാസ് ഹോപ്പറാണ് എഴുതി. ഗ്രാസ് ഹോപ്പറിനെ ആരാ കഴിക്കുക, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് അല്ലെങ്കിൽ സ്നേക്കൊക്കെ കഴിക്കും. അപ്പോൾ നമുക്ക് ഫ്രോഗ് എന്ന് എഴുതാം. ഇനി ആ ഗ്രാഫിന് താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്, പ്രസൻറ്റ് ദ കംപ്ലീറ്റ് ഫുഡ് റിലേഷൻഷിപ്പ് ഇൻ ദ ക്ലാസ്, എക്സ്പാൻഡ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് മോർ ഓർഗാനിസം ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ഇൻ ദ സയൻസ് ഡയറി. അതായത് നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഈ ഒരു ഭക്ഷണ ലിങ്ക് ചെയ്തിട്ടുള്ള ഈ കാര്യം ഉണ്ടല്ലോ, ഭക്ഷണ ബന്ധം എന്നൊക്കെ പറയുക, ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. കൂടുതൽ ജീവികൾ ഉൾപ്പെടുത്തി ഈ ഒരു കണ്ണി വലുതാക്കിയിട്ട് സയൻസ് ഡയറിയിൽ വരച്ചു വെക്കാനാണ് പറയുന്നത്. ഇനി മക്കളെ ആ ഒരു ബോക്സിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, ലിവിങ് ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്, ദിസ് ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്.
അതായത് മക്കളെ, ജീവികൾ ഭക്ഷണത്തിനായി പരസ്പരം ആശ്രയിക്കുന്നു. കാരണം ഇത്രയും ജീവികൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിലും അത് ഒന്നിനെ കൊന്നിട്ട് മറ്റൊന്ന് ഭക്ഷണം ആക്കുകയാണല്ലേ ചെയ്യുന്നത്. അതിനാണ് പരസ്പരം ആശ്രയിക്കുക എന്ന് പറയുന്നത്. അവയ്ക്കിടയിലുള്ള ഈ ഒരു പരസ്പര ബന്ധത്തെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആഹാര ശൃംഖല അല്ലെങ്കിൽ ആഹാരജാലം എന്നൊക്കെ വിളിക്കും. കാരണം പുല്ല് പുൽച്ചാടി കഴിക്കുന്നു, പുൽച്ചാടിയെ തവള കഴിക്കുന്നു, തവളയെ പാമ്പ് കഴിക്കുന്നു, പാമ്പിനെ പരുന്ത് കഴിക്കുന്നു, അങ്ങനെ 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 പോവുകയാണല്ലോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, ഫുഡ് വെബിനെ കുറിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. മക്കളെ, അടുത്ത പേജിൽ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, കോ എക്സിസ്റ്റൻസ് അറ്റ് ദി സീ. അതായത് കടലിലെ സഹവർത്തിത്വം, അതായത് കടലിലെ ജീവികൾ ഒരുമിച്ച് ജീവിക്കുന്നത്. ഇനി അതിന് താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഹാവ് യു സീ ദ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ് ഓൺ ലാൻഡ്? ഇൻ ദിസ് വേ ദ സീ ആൾസോ ഹാസ് വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ്. അതായത് കരയിലുള്ള വിവിധ തരത്തിലുള്ള ഭക്ഷണ ബന്ധങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഇല്ലേ? നമ്മളിപ്പോൾ കണ്ടല്ലോ. ഇതുപോലെ തന്നെ കടലിലും വ്യത്യസ്തമായ ഭക്ഷണ ബന്ധങ്ങളുണ്ട്. ഇനി താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ദേ മക്കളെ, ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ കടലിലെ 5 കൂട്ടുകാരുടെ ചിത്രങ്ങൾ അവിടെ വട്ടത്തിൽ തന്നിട്ടുണ്ടല്ലേ. ആരൊക്കെയാണ് അവർ? ഷാർക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? സ്രാവുണ്ട്. അതുപോലെ സർഡീൻ ഉണ്ട്. സർഡീൻ എന്ന് പറഞ്ഞാൽ മത്തി അല്ലെങ്കിൽ ചാള എന്നാണ് അർത്ഥം. പിന്നെന്താണ്? സ്മാൾ ഫിഷസ്, ചെറിയ മീനുകളുണ്ട്. സീ ടർട്ടിൽ, കടലാമയുണ്ട്. പിന്നെ എന്താണ്? പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ കടലിലെ ഒരു സസ്യങ്ങളാണ്, കുഞ്ഞു സസ്യങ്ങളെയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ ചിത്രത്തിലെ താഴെയുള്ള വരികളൊന്ന് നോക്കാം. അപ്പോൾ മക്കളെ, താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? സം സീ ക്രീച്ചേഴ്സ് ആർ ഷോ ഇൻ ദ പിക്ചർ. ലുക്ക് അറ്റ് ദ ഇൻഫർമേഷൻ ഇൻ ദ ടേബിൾ ബിലോ ആൻഡ് ഡ്രോ എ ഫുഡ് വെബ് ദാറ്റ് ഇൻക്ലൂഡ് ദീസ് ഓർഗാനിസം. അതായത് മക്കളെ, ചില കടൽ ജീവികളെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജീവികളെ താഴെയുള്ള പട്ടികയിലെ വിവരങ്ങൾ നോക്കിയിട്ട് ആ ജീവികളെ ഉൾപ്പെടുത്തിയിട്ടൊരു ഫുഡ് വെബ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ മക്കളെ, താഴെയുള്ള ആ ഒരു ടേബിളിൽ ഓർഗാനിസം എന്നുള്ളതിൻ്റെ താഴെ ഷാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഷാർക്കിൻ്റെ ഫുഡ് എന്തൊക്കെയാണ്? സ്ക്വഡ് എന്ന് വെച്ചാൽ കണവ, പിന്നെന്താണ്? ഫിഷസ്, മറ്റ് മീനുകൾ, സീ ടർട്ടിൽ, കടലാമയൊക്കെയാണ് ഷാർക്കിൻ്റെ ഭക്ഷണങ്ങൾ. അടുത്തത് എന്താണ്? നമ്മൾ എന്താ പറഞ്ഞത്? സർഡീൻ ആണല്ലേ. സർഡീൻ എന്താ? സ്മാൾ ഫിഷ്, അത് ചെറു മീനുകളെയും. അതുപോലെ പ്ലാങ്ക്ടൺ, അത് പറഞ്ഞാൽ പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞെങ്കിൽ കടലിലെ ചെറിയ ഒരു സസ്യത്തിനെയാണ് അങ്ങനെ പറയുന്നത്. സീ ടർട്ടിൽ എന്തൊക്കെയാണ് കഴിക്കുന്നത്? സീ സസ്യങ്ങൾ പ്ലാന്റ് പാർട്സുകളും ഫിഷുകളിലൊക്കെയാണ് കഴിക്കുന്നത്. സ്മാൾ ഫിഷസ്, ചെറിയ മീനുകൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്? പ്ലാങ്ക്ടൺ ആണല്ലേ, ചെറിയ സസ്യങ്ങളൊക്കെയാണ്, കടലിലുള്ള ചെറിയ സസ്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. ഇനി മക്കളെ, ആ ടേബിളിൻ്റെ അടുത്തായിട്ട് ഒരു പിങ്ക് കളറിലൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടോ? എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? പ്ലാങ്ക്ടൺ ആർ സ്മോൾ പ്ലാന്റ് ദാറ്റ് ഫ്ലോട്ട് ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ്. ദേ ആർ ദ പ്രൊഡ്യൂസ് ഇൻ ദ ഹെബിറ്റഡ് സിസ്റ്റം ഓഫ് ദ ഓഷ്യൻ. അതായത് ജലാശയങ്ങൾ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറിയ സസ്യങ്ങളാണ് പ്ലാങ്ക്ടണുകൾ അല്ലേ. അപ്പോൾ സമുദ്രം എന്ന ആ ഒരു വ്യവസ്ഥയിൽ, അതൊരു പാർപ്പിട വ്യവസ്ഥയല്ലേ, സമുദ്രജീവികളൊക്കെ ഉള്ളൊരു പാർപ്പിട വ്യവസ്ഥയാണ്. ആ പാർപ്പിട വ്യവസ്ഥയിൽ സ്വന്തമായി ഭക്ഷണം നിർമ്മിക്കുന്നവരാണ് ഇവരെന്നാണ് പറയുന്നത്. ആര്? പ്ലാങ്ക്ടണുകൾ. അപ്പോൾ മക്കളെ, അതിന് താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? സോ മെനി ഫുഡ് റിലേഷൻഷിപ്പ്. അങ്ങനെ ഒരു ഹെഡിങ് ആണല്ലേ കൊടുത്തിരിക്കുന്നത്. എത്രയെത്ര ഭക്ഷണ ബന്ധങ്ങൾ. ഒബ്സർവ് എ ട്രീ ഇൻ യുവർ സറൗണ്ടിങ്സ് കണ്ടിന്യൂസ്ലി ഫോർ എ ഫ്യൂ ഡേയ്സ്. ഡ്രോ എ ഫുഡ് വെബ് ഇൻ യുവർ സയൻസ് ഡയറി ദാറ്റ് ഇൻക്ലൂഡ് ദാറ്റ് ഓർഗാനിസം യു ഒബ്സർവ്ഡ്. അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? നിങ്ങളുടെ വീട്ടുപറമ്പിലോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തോ ഉള്ള ഒരു മരം കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. നിങ്ങൾ അവിടെ കണ്ട ജീവികളെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഒരു ആഹാര ശൃംഖല അല്ലെങ്കിൽ ഒരു ഫുഡ് വെബ് ഉണ്ടാക്കാനാണ് പറയുന്നത്. കാരണം ഒരു മരത്തിൽ ഒരുപാട് പക്ഷികൾ വന്നിരിക്കും അല്ലേ. അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്തിട്ട് ഒരു ഫുഡ് വെബ് ഉണ്ടാക്കാനാണ് പറയുന്നത്. മക്കൾ, അടുത്ത പേജിൽ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടല്ലേ. എന്താണത്? വായിക്കുക. ഫോർ സർവൈവൽ. സർവൈവൽ എന്ന് പറഞ്ഞാൽ അതിജീവിക്കുക എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അതിജീവനത്തിനായി. ഇനി താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയുള്ളൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ. ആ ചിത്രം നിരീക്ഷിക്കുക കൂടി വേണം. അപ്പോൾ എന്താണ് ആ ചിത്രം നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? അപ്പം എൻ്റെ മക്കളെ, ആ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ഭംഗിയുള്ളൊരു കുളത്തിൻ്റെ ഒരു ചിത്രമാണല്ലേ അത്. അവിടെ എന്തൊക്കെയുണ്ട്? താറാവുണ്ട്, പിന്നെന്താ തവളയുണ്ട്, ഞണ്ടുണ്ട്, കൊക്കുണ്ട്, ആമയുണ്ട്, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട് അവിടെ. വെള്ളത്തിനടിയിൽ മീനുകൾ നീന്തി നടക്കുന്നുണ്ട്. ഇനി ചിത്രത്തിന് താഴെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നോക്കിയാലോ? അപ്പോൾ താഴെയുള്ള ചോദ്യങ്ങൾ നോക്കിയേ. ഡിഡ് യു സീ ദ ഫിഷ് ഇൻ ദ പൂൾ? നിങ്ങൾ ആ കുളത്തിൽ മീനുകളെ കണ്ടോ? വാട്ട് കോമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്?
ആ മീനുകൾക്ക് ജീവിക്കാൻ, അത് സർവൈവ് ചെയ്യാൻ എന്തൊക്കെ ഘടകങ്ങളാണ്, അതിന് കോമ്പൗണ്ടൻസ് ആണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആ പുസ്തകത്തിന് താഴെ 3 കുത്തുകൾ തന്നിട്ടുണ്ടല്ലേ, അതിൽ 2 അവർ തന്നിട്ടുണ്ട്, മൂന്നാമത്തേത് നമ്മൾ എഴുതണം. അപ്പോൾ നമ്മൾക്കത് എഴുതി നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് സൺലൈറ്റ് ആണ്. ഒരു ഫിഷ് വെള്ളത്തിൽ നീന്തി കളിക്കുകയാണെങ്കിൽ അതിന് എന്ത് വേണം? സൺലൈറ്റ് വേണം, സൂര്യപ്രകാശം വേണം. അത് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെന്താണ്? അക്വാറ്റിക് പ്ലാന്റ്സ്, വെള്ളത്തിൽ വളരുന്ന ചെടികൾ വേണം അതിന് ജീവിക്കാൻ. അതൊക്കെ ഭക്ഷണം കഴിച്ചിട്ടല്ലേ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ വെള്ളത്തിലുള്ള കുഞ്ഞു പുല്ലുകളൊക്കെയാണ് ആ മത്സ്യം കഴിക്കുന്നത്. അപ്പോൾ അക്വാറ്റിക് പ്ലാന്റ്സ് വേണം. പിന്നെ എന്താ നമ്മൾക്ക് എഴുതി ചേർക്കാൻ പറ്റുക? നമുക്കവിടെ ഓക്സിജൻ എന്ന് എഴുതി ചേർക്കാം. കാരണം ജീവനുള്ള എന്തിനും ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണമല്ലേ. അപ്പം നമുക്കവിടെ ഓക്സിജൻ എന്ന് എഴുതിയേക്കാം. പിന്നെ മക്കളെ, അതിന് താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഡോണ്ട് യു തിങ്ക് അതർ ഓർഗാനിസം ഇൻ ദ പോണ്ട് ആൾസോ നീഡ് ദീസ് കോമ്പൗണ്ടൻസ് ടു സർവൈവ്? കാറ്റഗറൈസ് ആൻഡ് ലീസ്റ്റ് ദ കോമ്പൗണ്ടൻസ് ഓഫ് ദ പോണ്ട്. അതായത് മക്കളെ, കുളത്തിൽ മറ്റ് ജീവികളുണ്ടല്ലോ, ഒരുപാട് ജീവികൾ കുളത്തിലുണ്ടല്ലേ. അപ്പോൾ ആ ജീവികൾക്കൊക്കെ ഈ ഘടകങ്ങൾ തന്നെ വേണമെന്ന് തോന്നുന്നില്ലേ ജീവിക്കണമെങ്കിൽ? ഓരോരോ ജീവികൾക്കും ഇതേ ഘടകങ്ങളൊക്കെ തന്നെ വേണ്ടി വരും. അപ്പോൾ കുളത്തിലുള്ള ഘടകങ്ങളെ തരംതിരിച്ച് താഴെ പട്ടികപ്പെടുത്തുക. അപ്പോൾ താഴെ ഒരു ബട്ടർഫ്ലൈയുടെ ലീവ്സൊക്കെ കൊടുത്തിട്ട് അത് 2 പട്ടിക തന്നിട്ടുണ്ടല്ലോ. അതിൽ എന്താ എഴുതിയിരിക്കുന്നത്? ലിവിങ് തിങ്സ് എന്ന് തന്നിട്ടുണ്ട്, നോൺ ലിവിങ് തിങ്സ് എന്നുണ്ട്. അപ്പോൾ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനുള്ള. അപ്പോൾ കുളത്തിൽ ജീവനുള്ള സാധനങ്ങളുണ്ട്, ജീവനില്ലാത്ത സാധനങ്ങളുണ്ട്. അപ്പോൾ ജീവനുള്ളതാണ് ലിവിങ് തിങ്സിൽ എഴുതേണ്ടത്. നോൺ ലിവിങ് തിങ്സിൽ ജീവനില്ലാത്ത, ആ കുളത്തിൽ ജീവനില്ലാത്ത എന്തൊക്കെയുണ്ടോ അതൊക്കെ നോൺ ലിവിങ് തിങ്സിൽ എഴുതണം. അപ്പോൾ ലിവിങ് തിങ്സിൽ നമ്മൾക്ക് എന്തൊക്കെ എഴുതാം? ഫിഷ് എഴുതാം, ഫ്രോഗ് എഴുതാം, ക്രാബ് എഴുതാം, ഡക്ക് എഴുതാം, അക്വാറ്റിക് പ്ലാന്റ്സ് ഒക്കെ എഴുതാം. ഒക്കെ ജീവനുള്ളതല്ലേ. അപ്പോൾ നമ്മൾക്ക് നോൺ ലിവിങ് തിങ്സിൽ എന്തൊക്കെ എഴുതാൻ പറ്റും? ജീവനില്ലാത്തതിൽ എന്തൊക്കെ എഴുതാം? വാട്ടർ എഴുതാം, സോയിൽ, മഡ് അല്ലെങ്കിൽ മഡ്, സ്റ്റോൺസ് അല്ലെങ്കിൽ റോക്സ് എഴുതാം, സൺലൈറ്റ് എഴുതാം, എയർ എഴുതാം. ഇതിനൊന്നും ജീവനില്ലല്ലോ. അപ്പോൾ അങ്ങനെ പട്ടികപ്പെടുത്താനാണ് പറയുന്നത്. മക്കളെ, അടുത്ത പേജിലെ ഹെഡിങ് എന്താണ്? ഇത് ഹാബിറ്റേറ്റ്, അതായത് വാസസ്ഥലം അല്ലെങ്കിൽ ജീവികൾ ജീവിക്കുന്ന ഇടം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അതിന് താഴെ എഴുതിയിരിക്കുന്നതൊന്ന് വായിച്ചേ. എ പാഡി ഫീൽഡ് ഈസ് ആർ എൻവയോൺമെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് all the components necessary for the existence of various organisms. Apart from fish, it's also a habitat to many other creatures. അതായത് മക്കളെ, വ്യത്യസ്ത ജീവികളുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു പരിസ്ഥിതിയാണ് നെൽപ്പാടം അല്ലെങ്കിൽ പാഡി ഫീൽഡ് എന്ന് പറയുന്നത്. മീനുകൾക്ക് പുറമേ മറ്റ് പല ജീവികളുടെയും വാസസ്ഥലം, അത് വാസസ്ഥലം എന്ന് വെച്ചാൽ ഹാബിറ്റേറ്റ് എന്ന് വെച്ചാൽ വാസസ്ഥലം എന്നാണ് അർത്ഥം. അതും കൂടിയാണ് എന്ത്? നമ്മുടെ ഈ ഒരു പാഡി ഫീൽഡ് എന്ന് പറഞ്ഞത്. ആർ ദർ എനി അതർ ഹാബിറ്റേറ്റ് ലൈക്ക് ദിസ് അറൗണ്ട് അസ്? അതായത് നമുക്ക് ചുറ്റും ഇതുപോലെയുള്ള മറ്റു വാസസ്ഥലങ്ങളുണ്ടോ? ഒബ്സർവ് ദി ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ യുവർ സ്കൂൾ. അതായത് നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം എന്നാണ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ എന്ന് പറഞ്ഞത്. അങ്ങനെ അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതേ ചിത്രത്തിലേക്ക് നോക്കിക്കേ, ഫിഗർ 1.5. നല്ല ഭംഗിയുള്ള പൂക്കളും ചിത്രശലഭങ്ങളും പച്ചക്കുതിരുകളും തുമ്പിയും ഒക്കെയുള്ള ഒരു ഗാർഡൻ കണ്ടോ? ഇനി ചിത്രത്തിന് താഴെയുള്ള വരികളിൽ നമുക്ക് നോക്കാം. അപ്പോൾ മക്കളെ, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഈസ് എ ഹാബിറ്റേറ്റ് ടു മെനി ക്രീച്ചേഴ്സ് വിച്ച് ആർ ദേ? അതായത് ജൈവ വൈവിധ്യ ഉദ്യാനം, ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഒരുപാട് ജീവികളുടെ വാസസ്ഥലമാണ്. അവ ഏതൊക്കെയാണ്? അപ്പോൾ അവിടെ എന്തൊക്കെ ജീവികൾ ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ ജീവികൾ ഉണ്ടായിരിക്കും? ബട്ടർഫ്ലൈസ് ഉണ്ടായിരിക്കും, ഗ്രാസ് ഹോപ്പേഴ്സ്, ഡ്രാഗൺ ഫ്ലൈ, ഹണി ബീസ്, ബേർഡ്സ്, ആൻസ്, ഇതൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. വാട്ട് ആർ ദ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദി പ്രസൻസ് ഓഫ് ദ വേരിയസ് ഓർഗാനിസംസ് ഫൗണ്ട് ഇൻ ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ? അതായത് ഈ ഗാർഡനിൽ ഇത്രയധികം ജീവികൾ വരാൻ അനുയോജ്യമായ ഘടകങ്ങൾ, ഫേവറബിൾ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അവിടെ ഒരുപാട് ചെടികളുണ്ട്. പൂക്കളിൽ നല്ല തേനുണ്ടാവും അല്ലേ. പൂക്കളൊക്കെ വിരിയുമ്പോൾ ചെടികളിൽ എന്തുണ്ടായിരിക്കും? പൂക്കളുണ്ടായിരിക്കും. പൂക്കളിൽ എന്തുണ്ടായിരിക്കും? തേനുണ്ടായിരിക്കും. അപ്പോൾ ജീവികൾക്ക് ജീവിക്കാൻ അവിടെ നല്ല തണലുണ്ടായിരിക്കും. അപ്പോൾ ആ തേൻ കഴിക്കാനൊക്കെ ബട്ടർഫ്ലൈസും വണ്ടുകളും ഇതൊക്കെ വരും. പിന്നെ അവിടെ നല്ല വായുവും സൂര്യപ്രകാശം ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ എല്ലാ ജീവികളും അങ്ങോട്ടേക്ക് വരുന്നത്. ഇനി മക്കളെ, താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഒബ്സർവ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. അത് നിരീക്ഷിച്ചിട്ട് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മക്കളെ, വലതുവശത്ത് ഒരു ബോക്സിൽ നമ്മൾ നിരീക്ഷിച്ച കുറിപ്പ്, ഒബ്സർവേഷൻ നോട്ട് തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കിയാലോ. വാട്ട് ആർ ദ ഐറ്റം ടു ബി ഇൻക്ലൂഡ് ഇൻ ദ ഒബ്സർവേഷൻ നോട്ട്സ്? അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഒബ്സർവേഷൻ നോട്ട്സിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. എന്താണ്? എയിം ഓഫ് ഒബ്സർവേഷൻ, നിരീക്ഷണത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എഴുതണം.
മെറ്റീരിയൽ ഈഫ് റിക്വയർഡ്, അതായത് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്. കണ്ടീഷൻസ് ഓഫ് ഒബ്സർവേഷൻ വേർ, ഹൗ, വെൻ, അതായത് നിരീക്ഷിച്ച സാഹചര്യങ്ങൾ എവിടെ, എങ്ങനെ, എപ്പോൾ എന്നൊക്കെ അതിൽ എഴുതണം. പിന്നെന്താണ് ഫൈൻഡിങ്സ്, കണ്ടെത്തലുകൾ, കൺക്ലൂഷൻ, ഒരു ഉപസംഹാരം കൂടി എഴുതണം. ഇനി മക്കളെ അടുത്ത പേജിൽ എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്കാം. എവരി ലിവിങ് തിങ്സ് ഹാസ് എ സ്യൂട്ടബിൾ ഹാബിറ്റേറ്റ്, ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അതായത് ഓരോ ജീവിക്കുമുള്ളത് അതിന് ജീവിക്കാൻ അനുയോജ്യമായൊരു വാസസ്ഥലമാണ്. സ്യൂട്ടബിൾ ഹാബിറ്റേറ്റ് ഉണ്ടാവും, കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യൂ. ക്യാൻ യു സജസ്റ്റ് എ സ്യൂട്ടബിൾ ഡെഫിനിഷൻ ഫോർ ഹാബിറ്റേറ്റ്, അതായത് ഈ ഹാബിറ്റേറ്റിന് അല്ലെങ്കിൽ വാസസ്ഥലത്തിന് പറ്റിയ നല്ലൊരു നിർവചനം പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ, ഒരു ഡെഫിനിഷൻ പറയാൻ സാധിക്കുമോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഒബ്സർവ് യുവർ സറൗണ്ടിങ് ആൻഡ് ഫൈൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ്. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് വ്യത്യസ്ത തരത്തിലുള്ള വാസസ്ഥലങ്ങൾ കണ്ടെത്തൂ. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് ഒബ്സർവ് ദ ഫിഗർ 1.6 വിച്ച് ആർ ദ ഹാബിറ്റേറ്റ് ഷോ ഹിയർ. അതായത് ചിത്രം 1.6 നിരീക്ഷിച്ചിട്ട് ഇവിടെ കാണിച്ചിരുന്ന വാസസ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന്, ഹാബിറ്റേറ്റ് ഏതൊക്കെയാണെന്ന് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ആ കണ്ട ചിത്രങ്ങളിൽ ആദ്യത്തേത് ഒരു ഗ്രാസ് ലാൻഡാണ്, പുൽമേടാണ് അല്ലേ, അത് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ഡെസേർട്ടാണ്, അതായത് ഡെസേർട്ട് തന്നെ മരുഭൂമിയാണ്. പിന്നെ മൂന്നാമത്തേത് നാലാമത്തെ നമ്മൾ എഴുതണം. അപ്പോൾ മൂന്നാമത്തേത് നമ്മൾക്ക് എന്ത് എഴുതാം, മാൻഗ്രോവ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ കണ്ടൽക്കാടുകളാണത്. പിന്നെ നാലാമത്തേൽ നമ്മൾക്ക് എന്താ എഴുതുക, പോളാർ റീജിയൻ, അതായത് മഞ്ഞ് നിറഞ്ഞൊരു പ്രദേശമാണല്ലേ, അവിടെ ഒരു ഭംഗിയുള്ള കുഞ്ഞു കുറുക്കനൊക്കെ ഇരിക്കുന്നത് കാണുന്നില്ലേ, അപ്പോൾ അവിടെ പോളാർ റീജിയൻ എന്ന് നമുക്ക് എഴുതാം. അടുത്ത ഹെഡിങ് വായിച്ചേ, ഫുഡ് കാർഡ്, അതായത് ഭക്ഷണ കാർഡ് അല്ലേ. എന്താണ് സംഭവം, ഇത് ഫുഡ് കാർഡ് ഓഫ് 2 ക്രീച്ചേഴ്സ് ആർ ഷോ ഇൻ ദ പിക്ചർ, അതായത് 2 ജീവികളുടെ ഭക്ഷണ കാർഡുകൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ആ 2 കാർഡുകൾ ഒന്ന് വായിച്ചു നോക്കാം. ക്രീച്ചർ ഏതാണ്, ക്രോ ആണ്, കാക്കയാണ്. ഫുഡ് എന്തൊക്കെയാണ് ക്രോയുടെ, സ്മാൾ ക്രീച്ചേഴ്സ്, ഫ്രൂട്ട്, ഗ്രെയിൻസ്, ഫുഡ് വേസ്റ്റ്, റിമൈൻസ് ഓഫ് ഡെഡ് ഓർഗാനിസംസ്, അതായത് ചെറിയ ജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണ അവശിഷ്ടങ്ങൾ, ചത്ത ജീവികളുടെ അവശിഷ്ടങ്ങളൊക്കെയാണ് ക്രോ കഴിക്കുക. അടുത്തത് ഏതാണ് ക്രീച്ചർ കൊടുത്തിരിക്കുന്നത്, ഗോട്ടാണ് അല്ലേ. ഗോട്ടിൻ്റെ ഫുഡ് എന്തൊക്കെയാണ്, ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ്, അതായത് പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ, ഇതൊക്കെയാണ് ഗോട്ട് കഴിക്കുക. അപ്പോൾ അതിന് താഴെ എന്താണ് എഴുതിയിരിക്കുന്നത് മക്കളെ, ഇൻ ദിസ് വേ പ്രിപ്പയർ ദ ഫുഡ് കാർഡ് ഓഫ് 2 അതർ ക്രീച്ചേഴ്സ്, അതായത് ഇതേ രീതിയിൽ മറ്റ് 2 ജീവികളുടെ കൂടി ഭക്ഷണ കാർഡ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതേ ഇവിടെ 2 ഫുഡ് കാർഡ് കൊടുത്തിട്ടുണ്ട്. ക്രീച്ചർ ഏതാണ്, കേറ്റാണ്. കേറ്റിൻ്റെ ഫുഡ് ഏതൊക്കെയാണ്, മിൽക്ക്, റൈസ്, ഫിഷ്, റാറ്റ്, ഇതൊക്കെയാണ്. അടുത്ത ക്രീച്ചർ ഏതാണ്, ടൈഗറാണ്. ടൈഗറിൻ്റെ ഫുഡ് എന്തൊക്കെയാണ്, ഫ്ലഷ് ഓഫ് അതർ എനിമൽസ് ലൈക്ക് ഡിയർ ആൻഡ് റാബിറ്റ്സിൻ്റെയും ഡിയറിൻ്റെ ഒക്കെ ഫ്ലഷ് എന്ന് വെച്ചെങ്കിൽ ഇറച്ചി, മാംസമാണല്ലേ ടൈഗറിന് ഏറ്റവും ഇഷ്ടം. മക്കളെ അടുത്ത പേജിൽ ഹെഡിങ് നോക്കിയേ, വാട്ട് ഹാപ്പൻ ഇഫ് ദ നമ്പേഴ്സ് ഗോ അപ്പ് ഓർ ഡൗൺ, അതായത് ജീവികളുടെ എണ്ണം കൂടിയാലോ കുറഞ്ഞാലോ എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. എക്സാമിൻ ദ ഫുഡ് വെബ്, താഴെ തന്നിരിക്കുന്ന ആഹാര ശൃംഖല, ഫുഡ് വെബ് ഒന്ന് പരിശോധിക്കുക. അപ്പോൾ മക്കളെ ഈ ചിത്രത്തിൽ നോക്കിയേ, ഇവിടെ പുല്ല് കാണുന്നുണ്ടല്ലോ. പുല്ല് ആരൊക്കെയാണ് കഴിക്കുന്നത്, പച്ചക്കുതിര കഴിക്കുന്നുണ്ട്, കാട്ടുപോത്ത് കഴിക്കുന്നുണ്ട്, മാന് കഴിക്കുന്നുണ്ട്. ഇവർ 3 പേരുമാണ് പുല്ല് കഴിക്കുന്നത്. പച്ചക്കുതിരയെ ആര് കഴിക്കുന്നു, പുൽച്ചാടിനെ ആരാ കഴിക്കുന്നത്, കോഴി കഴിക്കുന്നുണ്ട്. കോഴിയെ ആര് കഴിക്കുന്നു, കുറുക്കൻ കഴിക്കുന്നു. കുറുക്കൻ ആര് കഴിക്കുന്നു, കടുവ കഴിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാട്ടുപോത്ത്, നമ്മുടെ ഈ പുല്ല് കഴിച്ച കാട്ടുപോത്തിനെ ആര് കഴിക്കുന്നുണ്ട്, കടുവ കഴിക്കുന്നുണ്ട്. ഈ പുല്ല് കഴിച്ച മാനിനെയും ആര് കഴിക്കുന്നുണ്ട്, കടുവ കഴിക്കുന്നുണ്ട് അല്ലേ. ഇനി മക്കളെ ആ ചിത്രത്തിന് താഴെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. വാട്ട് വിൽ ഹാപ്പൺ ഇഫ് ടൈഗർ ഡിസപ്പിയർ ഫ്രം ദ ഹാബിറ്റേറ്റ്, അതായത് ഈ വാസസ്ഥലത്ത് നിന്ന് കടുവകൾ പൂർണ്ണമായി അപ്രത്യക്ഷമാവുക, അതായത് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ, ഡിസപ്പിയർ ആയിപ്പോയി, ഇല്ലാതായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, എന്താ സംഭവിക്കുക മക്കളെ, കടുവകൾ ഇല്ലെങ്കിൽ മാനിനെയും കാട്ടുപോത്തിനെയും പിടിച്ച് തിന്നാൻ ആരും ഇല്ലാതാവില്ലേ, കുറുക്കനെ ഒന്നും തിന്നാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ തന്നെ ഒരുപാട് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റും, ഇല്ല. വിച്ച് ഓർഗാനിസംസ് വിൽ ഇൻക്രീസ് ഇൻ നമ്പർ, അതായത് ഏത് ജീവികളുടെ എണ്ണമാണ് ഇവിടെ വർദ്ധിക്കുക. അപ്പോൾ ടൈഗർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരൊക്കെ ഇവിടെ വർദ്ധിക്കുക, മാനിൻ്റെ എണ്ണം കൂടും, കാട്ടുപോത്തിൻ്റെ എണ്ണം കൂടും, അതുപോലെ കുറുക്കൻ്റെ എണ്ണം കൂടും. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൺ ഇഫ് ദ ഡിയർ പോപ്പുലേഷൻ ഇൻക്രീസ്, അപ്പോൾ മാനുകളുടെ എണ്ണം അങ്ങനെ ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും മക്കളെ, കാട്ടിൽ നിറയെ മാനുകളായാൽ അവർ അവിടുത്തെ പുല്ലും ചെടികളൊക്കെ തിന്ന് തീർക്കില്ലേ. അപ്പോൾ കാട്ടിൽ പിന്നെ സസ്യങ്ങളില്ലാതാവില്ലേ, കാട് നശിച്ചു പോവില്ലേ. ശരിയല്ലേ അത്.
ഇനി മക്കളെ താഴെ ഒരു ബോക്സ് കാണുന്നില്ല. ബോക്സിൻ്റെ ഹെഡിങ് എന്താണ്? വൈ ടൈഗർ കൺസർവേഷൻ, അതായത് എന്തുകൊണ്ടാണ് കടുവകളെ സംരക്ഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇത് ടൈഗർ ഈസ് വൺ എമംഗ് ദി ഹയസ്റ്റ് ലിങ്ക് ഇൻ ദ ഫുഡ് വെബ്. ഓർഗാനിസംസ് in each link play a key role in maintaining healthy numbers of herbivores and carnivores in an എക്കോസിസ്റ്റം. അതായത് ആഹാര ശൃംഖലയിലെ, അതായത് ഫുഡ് വെബിലെ ഏറ്റവും ഉയർന്ന കണ്ണുകളിൽ ഒന്നാണ് നമ്മുടെ കടുവ. ഒരു പരിസ്ഥിതി വ്യവസ്ഥയിലെ, അതായത് സസ്യബുക്കുകളും അതായത് മാംസബുക്കുകളുണ്ട്. സസ്യബുക്ക് എന്ന് വെച്ചെങ്കിൽ സസ്യം കഴിക്കുന്നത് ഹെർബിവറീസ് എന്ന് പറയും, ഹെർബിവോഴ്സ് എന്ന് പറയും. അതാണ് സസ്യബുക്കുകൾ. മാംസബുക്കുകൾക്ക് എന്താ നമ്മൾ പറയുക? കാർണിവോഴ്സ് എന്ന് പറയും. അതാണ് മാംസം മാത്രം കഴിക്കുന്നവരുടെ എണ്ണം കൂടുതലായി നിലനിർത്തിയാൽ ഓരോ കണ്ണിയിലെയും ജീവികൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ. ഇഫ് സം ഓർഗാനിസം ഇൻ ദ ലോവർ ലിങ്ക് ഓഫ് ദ ഫുഡ് വെബ് ഡിസപ്പിയർ, ദേ മേ ബി റീപ്ലേസ്ഡ് ബൈ അതർ ഓർഗാനിസം ദാറ്റ് perform the same function. If there are no other creatures like the tiger, there are no one to perform its functions. അതായത് ആഹാര ഈ ജാലത്തിൽ, അത് ഫുഡ് വെബിലെ താഴത്തെ തട്ടിലുള്ള ഏതെങ്കിലും ജീവികൾ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ആ ജോലി ചെയ്യാൻ എന്താണ്, അതായത് ആ ആളെ ഭക്ഷണമാക്കാൻ മറ്റ് ജീവികൾ വന്നേക്കും. എന്നാൽ കടുവയെ ഉള്ള ജീവികളുണ്ടാവില്ലേ, അവരില്ലാതായിട്ടുണ്ടെങ്കിൽ ആ ചുമതല നിർവഹിക്കാൻ വേറെ ജീവികളുണ്ടാവില്ല. കടുവയ്ക്ക് തുല്യം കടുവ മാത്രം മക്കളെ. Therefore, conservation of high-ranking organism like the tiger is a priority by conserving ടൈഗേഴ്സ് എ ലാർജ് ഹാബിറ്റേറ്റ് ഈസ് ബീങ് കൺസർവ്ഡ്. അതായത് ഇതുകൊണ്ട് തന്നെ കടുവയെ പോലുള്ള ഉയർന്ന തരത്തിലുള്ള ജീവികളെ സംരക്ഷിക്കുന്നത്, കൺസർവേഷൻ തന്നെ സംരക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കടുവകളെ സംരക്ഷിക്കുന്നതിലൂടെ വലിയൊരു വാസസ്ഥലം തന്നെയാണ് സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ മക്കളെ, നമ്മൾ ഇത്ര സമയം നോക്കിയത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ ചെയിൻ ഓഫ് ലൈഫാണ് നോക്കിയത്. ഇതിൻ്റെ കുറച്ച് ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് ബാക്കി ഭാഗങ്ങൾ പാർട്ട് 2 ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ മക്കൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത തവണത്തെ നമ്മുടെ ക്ലാസ്സിൽ കഴിഞ്ഞ തവണത്തെ ഓണപരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.